ഒരു വർഷം കൂടെ മുന്നിൽ. തുടർഭരണം ആഗ്രഹിച്ചു നിൽക്കുന്നവർക്ക് മുന്നിൽ ഒരു വർഷം മാത്രമാണുള്ളത്. അതാണ് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു അഴിച്ചുപണി നടന്നത്. ഉദ്ദേശം വ്യക്തമാണ്. VX പക്ഷക്കാരൻ എന്ന് അറിയപ്പെടുന്ന ഒരു നേതാവ് പ്രൈവറ്റ് സെക്രട്ടറിയായി പരിഗണിക്കുന്നതിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടപ്പിലാകും. ഇതിനായാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി KK രാഗേഷിനെ വിട്ടതും തുടർന്ന് ചുമതലയേൽക്കാൻ പ്രദീപ് കുമാർ എത്തുന്നു. പ്രൈവറ്റ് സെക്രട്ടറി പാർട്ടിയിൽ നിന്ന് വേണോ, ഉദ്യോഗസ്ഥർ മതിയോ എന്ന ചർച്ച ഉടലെടുത്തത് അതുകൊണ്ടാണ്. അവസാന വർഷം നിർണായകമായതിനാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ജാഗ്രതയോടെ നയിക്കാൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള ആൾ വരുന്നതാണ് ഉചിതമെന്ന് നേതാക്കളുടെ അഭിപ്രായം. അതുകൊണ്ടാണ് പാർട്ടിയുടെ മുൻ MLA ഈ സ്ഥാനത്തേക്ക് നിയമിക്കുന്നതെന്നാണ് പാർട്ടി പറയുന്നത്. സർക്കാരും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ഏകോപനം, പാർട്ടിയുടെ നിലപാടുകൾ ഭരണത്തിലേക്ക് എത്തിക്കുക, എല്ലാത്തിനും ഉപരി ജനങ്ങളുമായി നേരിട്ട് ആശയവിനിമയത്തിന് വഴിയൊരുക്കുക എന്നിവയാകും പ്രദീപ് കുമാറിന്റെ പ്രധാന ചുമതലകൾ. 3 തവണ കോഴിക്കോടിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയ പ്രദീപ് കുമാർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന MLA എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ്. M സ്വരാജ്, TV രാജേഷ് തുടങ്ങി പലരുടെയും പേരുകൾ പ്രൈവറ്റ് സെക്രട്ടറി പദവിയിലേക്ക് പരിഗണിച്ചെന്നാണ് വിവരം. പക്ഷേ തുടർഭരണത്തിന് ഏറ്റ ക്ഷീണം മാറാനും VS പക്ഷക്കാരനെ ചേർത്ത് പിടിച്ച് ഐക്യം ആഗ്രഹിക്കുന്ന നിലയിൽ നിലനിൽക്കാനും ഇത് വേണ്ടി വന്നു. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറിയായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പ്രദീപ് പൊതുരംഗത്തെത്തുന്നത്. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി, DYFI സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച പ്രദീപ് കുമാർ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്നും 2006-ലും 2011-ലും 2016-ലും നിയമസഭയിലെത്തി. 2019-ൽ കോഴിക്കോട് പാർലമെന്ററി മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ MK രാഘവനെതിരെ 85,760 വോട്ടുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു. തിരഞ്ഞെടുത്ത വ്യക്തി ജനപ്രീതിയുള്ള വ്യക്തിയായതിനാൽ പല കേടുപാടുകളും നികത്താനാവും മുഖ്യന്.